12 നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം. ആരെങ്കിലും 8 മണിക്ക് റോഡിൽ തേങ്ങ വെട്ടിയിടുവോ? വെട്ടുവോ? നിങ്ങൾ പറ, വെട്ടുവോ? രാത്രി 8 മണിക്ക് വെട്ടുവോ റോഡില്? വെട്ടത്തില്ല. എന്നാൽ എന്റെ ഈ റോഡില് ഞാൻ വരുന്ന സമയത്ത് 8 മണി സമയത്താണ് തേങ്ങ വെട്ടുന്നത്. തേങ്ങ വെട്ടുന്നത് 8 മണിക്കാണ്. മനസ്സിലാക്കണം. മനുഷ്യൻ ചെയ്യാത്ത, വ്യക്തികൾ ചെയ്യാത്ത, ക്രൂരന്മാരും ദുഷ്ടന്മാരും മാത്രം ചെയ്യുന്ന പദ്ധതി. എന്നാൽ ദുഷ്ടനെ തകർക്കുവാനുള്ള ആത്മാവിന്റെ ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നാം നിസ്സാരമല്ല. നാം സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. നാം സേവിക്കുന്ന ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ദുഷ്ടശക്തിക്ക് അടുക്കുവാൻ സാധിക്കത്തില്ല. അടുക്കാൻ പറ്റത്തില്ല. നമ്മുടെ അകത്തിരിക്കുന്നവൻ അവനെക്കാളും വലിയവനാണ്. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നവൻ അവനിരിക്കുന്നതിനേക്കാളും കോടി വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തേക്ക് വന്നുകൊണ്ടാണ് നാം നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 9 വായിച്ചൊന്നുകൂടി. 27:9. പാപികളോടുകൂടി എന്റെ പ്രാണനെയും രക്തപാതകന്മാരോടുകൂടി എന്റെ ജീവനെയും സംഗ്രഹിച്ചു കളയരുത്. ആലയത്തിൽ വസിച്ച സംഹരിച്ചു കളയരുത്. നോക്ക്, നമ്മുടെ അകത്തെ യേശു ഉണ്ടെങ്കിൽ, നാം ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് നടന്നാൽ, നാം ആലയത്തിലായിരുന്നാൽ ഒന്നിനും സംഹരിക്കാൻ സാധിക്കത്തില്ല. കാരണം എന്താണ്? യഹോവയായ ദൈവം എന്നോടുണ്ട്, നിങ്ങളോട് കൂടെ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നീ ഭയപ്പെടേണ്ടെന്ന്. ഭയം കൊണ്ടുവരുന്ന പിശാചാണ്. ഭയം വീരത്വത്തിന്റെ ആത്മാവിനെയാണ്. നാം പ്രാപിച്ചിരിക്കുന്ന വീരത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നാം പ്രാപിച്ചിരിക്കുന്നത് ധൈര്യത്തിന്റെ ആത്മാവിനെയാണ് പ്രാപിച്ചിരിക്കുന്നത്. ധീരത്വം കൊണ്ടുവരുന്ന പിശാചാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടിയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന്. താങ്ങുന്ന ദൈവമുണ്ട്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ അത് നിന്നെ കഴിയത്തില്ല. തീയിൽ കൂടി നടന്നാൽ നീ വെന്തുപോകത്തില്ല. അറിയാമോ? ആ സർവശക്തനായ ദൈവം എന്നോട് നിങ്ങളോട് കൂടിയുണ്ട്. പക്ഷേ നീ അല്പമെങ്കിലും വിശ്വസ്തനാണെങ്കിൽ, ആരായിരിക്കണം? വിശ്വസ്തനായിരിക്കണം. നമ്മൾ എല്ലാത്തിലും വിശ്വസ്തത കാണിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന ആള് ദശാംശത്തിൽ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ? ഇല്ല. പ്രാർത്ഥനയിൽ കാണിക്കുന്നുണ്ടോ? നമ്മൾ ഇല്ലെന്നല്ല ഞാൻ പറയാണ്. നമ്മൾ അല്പമെങ്കിലും, നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസ്തത കാണിക്കാൻ പറ്റുന്നത്. ഒരിക്കലും പറയുമ്പോൾ നമ്മുടെ ഇദ്ദേഹം 1-2 ആഴ്ച മൊത്തം എന്താണ് ദശാംശത്തിനെ കുറിച്ചായിരുന്നു പ്രശ്നം. ഞാൻ പോയത്. അപ്പൊ ഈ പ്രസംഗിക്കുന്ന നമ്മുടെ ദശാംശത്തിൽ വിശ്വസ്തത കാണിക്കുന്നുണ്ടോ? മനസ്സിലായിക്കണം. നിങ്ങൾ കാണിക്കുന്നു. ഞാൻ പറയാണ്, നാം പ്രവർത്തിക്കണം. നാം പറയുന്ന കാര്യങ്ങൾ നാം പ്രവർത്തിച്ച് കാണിക്കണം. എന്നിട്ട് വേണം നാം നമ്മുടെ ജനത്തെ ഉപദേശിക്കാൻ. നാം വിശ്വസ്തരായിരിക്കണം. എന്തായിരിക്കണം? വിശ്വസ്തയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വായിച്ച വാക്യത്തിലോട്ട് കിടക്കുകയാണ്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ ആലയത്തിലാണെങ്കിൽ, ആലയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവത്തോടുകൂടി പറ്റിയിരിക്കുവാണെങ്കിൽ, യേശുവിനോട് പറ്റിയിരുന്നാൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലവും എന്നെ പിന്തുടരുമെന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാര്, ദൈവദാസന്മാര്, ദൈവദാസികളെ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്നെ പിന്തുടരുമെന്ന്. കണ്ടീഷൻ എന്താണ്? ആലയത്തിൽ പാർക്കണം, ആലയത്തിൽ ഒത്തുവാസം ചെയ്യണം, ആലയത്തിൽ വസിക്കുന്നവരായിരിക്കണം.
എങ്കിൽ നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഞാൻ ഇവിടെ നിർത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവം നമുക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കും. ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ ചെയ്ത ദൈവം ഇന്ന് പൽക്കാലം ഒരു അത്ഭുതത്തിന്റെ ദിവസമായി, അതിശയം പ്രവർത്തിക്കുന്ന ദിവസമായി സ്വർഗത്തിലെ ദൈവം തീർക്കും. എന്റെ ദൈവാരാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. എന്റെ ദൈവാരാണ്, അതിശയം ചെയ്ത ദൈവമാണ്. ഇല്ലായ്മയിൽ നിന്നും വിളിച്ചു വരുത്തുന്ന ദൈവമാണ്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ ചോദിക്കുന്നതിനുപരി നനയ്ക്കുന്നതിനുപരി ആദ്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവം. അപ്പൊ നാം ഈ അത്യന്ത ശക്തി പ്രാപിച്ചാൽ, ഉയർപ്പിന്റെ ശക്തി പ്രാപിച്ചാൽ, ഉയരത്തിന്റെ ശക്തി പ്രാപിച്ചാൽ, നാം ചോദിക്കുന്നതിനുപരി നനയ്ക്കുന്നതിനുപരി അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ചെയ്യുവാൻ കഴിയുന്ന ദൈവം. നമുക്ക് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ചോദിക്കുന്നതിനുപരി നനയ്ക്കുന്നതിനുപരി അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന ദൈവം. ആ ശക്തി ഇന്ന് വൽക്കാലൂടെ വ്യാപരിക്കട്ടെ. നമ്മൾ ആഗ്രഹമായിരിക്കാം, ആഗ്രഹത്തിനേക്കാൾ ദൈവഹിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിപ്പിച്ചിരുന്ന ദൈവമാണ്. ചോദിക്കുന്നതിനുപരി തരുന്ന ദൈവമാണ്, നനയ്ക്കുന്നതിനുപരി തരുന്ന ദൈവമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇനി എല്ലാവർക്കും വേണ്ടി എനിക്ക്